ഹലോ ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാനേ എൻ്റെ വീട്ടിൽ പോവുകയാണ് കേട്ടോ. വയനാട്ടിലെ വിശേഷങ്ങളാണ്. അന്ന് വീട്ടിൽ പോയപ്പം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓടിപ്പോയിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് സബ് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ വയനാട്ടിലേക്ക് പോവുകയാണ്. ഞാൻ ആദൂട്ടീനോട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ആദൂട്ടീനോട് ഓരോ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ആദൂട്ടിയാണ് എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ഞാൻ എന്ത് പറഞ്ഞാലും ശ്രദ്ധിക്കും. അപ്പോൾ എനിക്ക് അവനോട് വർത്തമാനം പറയാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് തോന്നും കേട്ടോ. ഞാൻ പറയുകയാണ് 2.5 കൊല്ലം കൂടിയിട്ട് എൻ്റെ വീട്ടിൽ പോവുകയെന്നൊക്കെ പറയുകയാണ്. ഒത്തിരി സന്തോഷത്തിലാണ് കേട്ടോ. അപ്പം എൻ്റെ പൊട്ട് ഇങ്ങനെ ഊരിപ്പോയപ്പോൾ ഞാൻ ആദൂട്ടിനോട് ചോദിക്കുവാണ്, ആദൂട്ടി എന്താ ആദൂട്ടി പറയാതിരുന്നതെന്നൊക്കെ ചോദിച്ചാൽ ആദൂട്ടിനോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. കുഞ്ഞാവയാണെങ്കിൽ എൻ്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കുന്നുമില്ല കേട്ടോ. ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കൂട്ടുകാരെ നമ്മൾ വീട്ടിൽ പോകുകയുള്ളൂ. അപ്പം എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, ചേച്ചീനെ കെട്ടിച്ചു വിട്ടു. ചേച്ചീനെ കെട്ടിച്ചു വിട്ടേക്കുന്നത് കൂടല്ലൂരാണ്. അപ്പോൾ ഇപ്പം അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം അവർക്ക് നമ്മൾ ഉത്രാടത്തിൻ്റെ അന്നാണ് പോകുന്നത്. ഉത്രാടത്തിൻ്റെ അന്ന് അവരെ കാണാൻ പോവുകയാണ്. ഞാൻ ആദൂട്ടീനോട് ഒത്തിരി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വോയിസൊക്കെ കൊടുത്തെടുത്തതാണ്. ഞാൻ അറിയാതെ അത് മ്യൂട്ടായി പോയി കേട്ടോ. ഞാൻ ആദൂട്ടീനോട് പറയാം, എൻ്റെ പൊട്ട് പറഞ്ഞു പോയാലും ആദൂട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെക്കുവാണ് കേട്ടോ. അപ്പോൾ ആദൂട്ടിനെ വെച്ചാൽ ആദൂട്ടി എന്താ പറയാതിരുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ചിരിക്കുവാണേ. പക്ഷെ ആദൂട്ടിക്ക് പൊട്ട് പറഞ്ഞു പോയതിനെ ആദൂട്ടി എന്നെ കളിയാക്കുന്നതാണ്. അപ്പം ഉത്രാടത്തിൻ്റെ അന്നത്തെ വീഡിയോയാണ്. വീഡിയോ ഇടാൻ ഒത്തിരി ലേറ്റ് ആയിപ്പോയി കേട്ടോ. 2 വീഡിയോയും കൂടി നമുക്ക് ഇടാനുണ്ട്. അതും കൂടി ഇടണം. ഒത്തിരി ലേറ്റായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞുവാവേനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വണ്ടി വരാൻ കുറച്ച് താമസിച്ചു. അപ്പോൾ ഞാൻ കുഞ്ഞുവാവേനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ വയനാട്ടിൽ ചെന്ന് കയറിയപ്പോൾ തൊട്ട് വയനാട്ടിൽ ഭയങ്കര മഴയാണ് കേട്ടോ. ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ വയനാട്ടിൽ ഭയങ്കര മഴയാണ്. അപ്പം ബാക്കി വീഡിയോ കണ്ടു നോക്കൂ. അങ്ങനെ നമ്മൾ പോവുകയാണ് കേട്ടോ. എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. പുൽപ്പള്ളി വഴിയാണ് കേട്ടോ പോകുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ പുൽപ്പള്ളി ടൗൺ. ഇതാണ് ഓണത്തിൻ്റെ ഉത്രാടത്തിൻ്റെ അന്നാണ് കേട്ടോ പോയത്. വീഡിയോ ഇത്ര ലേറ്റ് ആയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഒന്ന് ഞാൻ വോയിസ് കൊടുത്തായിരുന്നേ, പക്ഷെ അത് റെഡി ആയില്ല. അപ്പോൾ ഒത്തിരി പൂവൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. നല്ല ഞാൻ കോളേജിൽ പോയതൊക്കെ ഈ ടൗണാണ് കേട്ടോ. ഇതാണ് നമ്മുടെ സ്വന്തം പുൽപ്പള്ളി. അപ്പോൾ ഇതുവഴിയാണ് എൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. ഇത് ഞാൻ പഠിച്ച സ്കൂളാണ് കേട്ടോ. സെൻറ്റ് തോമസ് UP സ്കൂൾ മുള്ളൻകൊല്ലി. അപ്പം ഹൈസ്കൂളും ഉണ്ട്, UP സ്കൂളും ഉണ്ട് കേട്ടോ. അപ്പം സ്കൂളാണ്. ഞാൻ മാളൂനോടും ഉണ്ണീനോടൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്, അമ്മ പഠിച്ച സ്കൂളാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. നമ്മളിവിടുന്ന് ഒരുപാട് ദൂരമുണ്ട് വീട്ടിലേക്ക് നടക്കാൻ വേണ്ടിയിട്ട്. നടന്നാണ് പോയിട്ട് വന്നുകൊണ്ടൊക്കെ ഇരുന്നത്. 2 പേരോടും ഞാൻ പറഞ്ഞു കൊടുക്കുകയാണേ. അപ്പോൾ അവർ പറയും ഞാൻ ചുമ്മാ പറ്റിക്കുന്നതാണ്. പിന്നെ കൂടെ നമ്മുടെ സായിക്കുട്ടനും ഉണ്ട്, ശിഖമോളും ഉണ്ട് കേട്ടോ. നമ്മളെല്ലാവരും കൂടി ഒരു ഓട്ടോയ്ക്കാണ് വീട്ടിലേക്ക് പോയത്. ഇത് അവിടുത്തെ പള്ളിയാണ് കേട്ടോ. നമ്മൾ സ്കൂൾ വിട്ട് ഉച്ച സമയത്തൊക്കെ ഈ പള്ളിയിൽ പോയിരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ നല്ലൊരു ഓർമ്മ തന്നെയാണ് കേട്ടോ. നോക്കട്ടെ, ഇനി എപ്പോഴേലും പോകുമ്പോൾ ഞാനിവിടെ കയറിയിട്ടൊരു വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുക്കാം. ഇവിടുത്തെ പെരുന്നാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മറക്കുകയില്ല കേട്ടോ. ജനുവരി 14 അപ്പം ഇതൊന്നും ഒരിക്കലും ഒരു മറക്കാത്ത കാര്യമാണ് കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലെത്തി. ഇതാണ് കേട്ടോ എൻ്റെ അമ്മ. ഞാൻ വീട്ടിൽ നിന്ന് കുടംപുളി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കുടംപുളിയാണ് അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തത്. ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ സ്വന്തം വീട് ആദൂട്ടി. ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് കേട്ടോ അവരെ 2 പേരെയും കാണുന്നതൊക്കെ. അന്നേരത്തേക്ക് മാളൂസും ഉണ്ണിക്കുട്ടനും ശിഖമോളും സായും എല്ലാവരും കൂടി നോക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പൂവുണ്ട് കേട്ടോ. ബന്ദിപ്പൂവൊക്കെ ഉണ്ട്. അതാണ് അമ്മ ഓടി വന്ന് ആദൂട്ടീനെ നോക്കുവാണ് കേട്ടോ. ആദൂട്ടിയാണെങ്കിൽ അവരെ കണ്ടിട്ട് ഒരു മൈൻഡ് പോലും ചെയ്യുന്നില്ലേ. അങ്ങനെ അവർ എങ്ങനെ പൂ പറിക്കാന്നുള്ള ചിന്തയിലാണ് 4 പേരും കൂടി നിൽക്കുന്നത്. ഞാൻ ഒത്തിരി സന്തോഷമാണ് കേട്ടോ. ഒത്തിരി സന്തോഷിച്ച ദിവസങ്ങളായിരുന്നു കേട്ടോ ഇത്. ഉണ്ണിക്കുട്ടൻ പിന്നെ പറയണ്ടല്ലോ, എവിടെ പോയാലും നന്നായിട്ട് വർത്തമാനം പറയുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ ഞാൻ പറയുമായിരുന്നു, ഒരറ്റത്ത് തൊട്ട് പറിച്ചോളാൻ പറയുമായിരുന്നു, മൊത്തം പറിച്ച് കളയല്ലേ എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു കേട്ടോ. കാരണം ഇവർ കയറിയിട്ടുണ്ടെങ്കിൽ ഉണ്ണിക്ക് പ്രത്യേകിച്ച് കയറിയിട്ടുണ്ടെങ്കിൽ ചെടിയടക്കം പറിക്കും കേട്ടോ. അതുകൊണ്ട് ഉണ്ണീനോട് ഞാൻ പറയുമായിരുന്നു, ഉണ്ണി മൊത്തം പറിച്ച് കളയരുതേ എന്നൊക്കെ പറയുമായിരുന്നു. ഇനിയിപ്പോഴേ നമ്മുടെ വീഡിയോ ഒന്നരാടമായിരിക്കും വീഡിയോ ഉണ്ടാകുകയുള്ളൂ കേട്ടോ. ഡെയിലി വീഡിയോ എടുക്കാനുള്ള സമയവും ഇല്ല, അത് എഡിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റണമില്ല. അതുകൊണ്ട് ഒന്നരാടമായിരിക്കും നമ്മുടെ വീഡിയോ ഉണ്ടാകുക. നമ്മുടെ എല്ലാ വിശേഷങ്ങളും ഉണ്ടാവും. ഇത് ഓണത്തിനെ അമ്മയ്ക്ക് സാരി മേടിച്ചുകൊണ്ട് പോയതാണ് കേട്ടോ. അങ്ങനെ ആദൂട്ടി 2 പേർക്കുള്ള ഓണക്കോടിയൊക്കെ കൊടുത്തിട്ടിരിക്കുവാണ്. അപ്പം മാളു സാരി വിടർത്തി നോക്കിയിട്ട് അമ്മേനോട് കൊള്ളുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അമ്മ പറയുകയാണ് അപ്പുറത്ത് കല്യാണമുണ്ട്, അതിന് പോകുമ്പോൾ കൊടുക്കാമെന്നൊക്കെ പറയുവാണ് കേട്ടോ. പിന്നെ ഇത് കട്ടിലേക്ക് കയറി ഇരിക്കുന്ന 2 പേരും. നമ്മുടെ വീടെന്ന് പറഞ്ഞാൽ കുഞ്ഞൊരു വീടാണ് കേട്ടോ. ചെറിയൊരു സിറ്റ് ഔട്ടിൽ തന്നെ ഒരു കട്ടിലിട്ടിട്ടുണ്ട്. പിന്നെ കുഞ്ഞൊരു ഹാള്,
പിന്നെ ഒരു റൂം കേട്ടോ, എൻ്റെയും ചേച്ചീൻ്റെ സ്വന്തം റൂമായിരുന്നു അത്. ഇത് അച്ഛനുള്ള ഷർട്ട് കേട്ടോ. അപ്പം അതും മാളു കാണിച്ചു കൊടുക്കുവാണ്. മാളു പിന്നെ എല്ലാവരോടും വർത്തമാനം പറയില്ലെന്നേ ഉള്ളൂ. വീട്ടിലൊക്കെ ചെന്ന അമ്മേനോടൊക്കെ നന്നായിട്ട് വർത്തമാനമൊക്കെ പറയും കേട്ടോ. ആദൂട്ടിനെ അമ്മ എടുത്തു വെച്ചുകൊണ്ടിരിക്കുവാണ്. കാരണം അമ്മയ്ക്ക് ചെറിയ വയ്യായിക ഉള്ളതുകൊണ്ട് ആദൂട്ടിനെ എടുത്തുകൊണ്ട് നടക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ആദൂട്ടിനെ അമ്മ എടുത്തു വെച്ചിരിക്കുവാണ് കേട്ടോ. ആദൂട്ടിയാണെങ്കിൽ അമ്മമ്മേൻ്റെ മടി കയറിയിട്ട് സുഖമായിട്ട് ഇരിക്കുന്നുമുണ്ട്. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മാളു എന്തൊക്കെയോ അവിടെ അമ്മ മേടിച്ച് വെച്ചതൊക്കെ ഉണ്ട്. മാളു അതെല്ലാം ഇങ്ങ് എടുക്കുവാണ്. എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ആദൂട്ടീനെ എടുത്തു കേട്ടോ. അമ്മ ചായ വെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആദൂട്ടീനെ ഇങ്ങ് എടുത്തു. പിന്നെ ശിഖമോളാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അവിടെ ഇരിക്കുന്നത് മൊത്തം ചക്ക ഉണങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചക്ക ഉണങ്ങിയതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, നമ്മൾ 12:30 ആയപ്പോഴാണ് കേട്ടോ വീട്ടിലെത്തിയത്. ക്ലോക്കും ഉണ്ട്, ഉച്ച സമയത്താണ് വീട്ടിലെത്തിയത്. അപ്പോൾ അമ്മ ഉണക്കച്ചക്ക എടുത്ത് കൊടുക്കുവാണ് കേട്ടോ. പക്ഷെ നമ്മൾ പുഴുങ്ങി കേട്ടോ, ചക്ക ഉണക്കി വെച്ച് പുഴുങ്ങി അടിപൊളി ടേസ്റ്റായിരുന്നേ. അപ്പോൾ അങ്ങനെ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങി കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ചുറ്റുപുറം. മെയിൻ റോഡ് തന്നെയാണ് കേട്ടോ, റോഡ് തന്നെയാണ്. പാതിരി എന്ന് പറയും, സ്ഥലത്തിന് പാതിരി എന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ ഉണ്ണിക്കുട്ടൻ പൂ പറിക്കുകയാണ്. ഞാൻ ഉണ്ണിക്കുട്ടനോട് പറയുന്നുണ്ട് മൊത്തം പറിക്കരുത്, കുറച്ച് അവിടെ വെക്കണം എന്നൊക്കെ രണ്ടുപേരോടും പറയുന്നുണ്ട്. ഇത് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ആളെ കൂട്ടിയിട്ട് പന്നിക്ക് തിന്നാൻ വേണ്ടിയിട്ട് കപ്പ വളർത്തുന്നതാണ് കേട്ടോ. കാരണം ഇത് വലുതായി വരുമ്പോഴത്തേക്കും പന്നി കൊണ്ടുപോകാറാണ് ഇവിടെ പതിവ്. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ ചായ കുടിച്ചില്ല കേട്ടോ, ചായ കുടിക്കുന്നേ ഉള്ളേ. ഇത് പിള്ളേർ പൂ പറിക്കുവാണ് കേട്ടോ. പിള്ളേർ ബന്ദിപ്പൂ പറിക്കണം. അപ്പോൾ അമ്മ പറയാ എന്തോ ദേശീയ പതാക ഉയർത്തിയതിൻ്റെ അമ്മ ചുമ്മാ അവിടെ കൊണ്ടുപോയി വെതറിയതാണ്, അന്നേരം പൂവായതാണെന്നൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കും, മക്കളോട് പറയുകയാണ്. ആ കുഞ്ഞു ചെടിയിൽ മാത്രം പറിക്കരുതെന്നും പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം പെണ്ണുങ്ങളല്ലേ, നമ്മളൊക്കെ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട്, എന്തൊക്കെ എടുക്കാൻ പറ്റുമോ അതൊക്കെ പരമാവധി എടുക്കുകയല്ലേ. അങ്ങനെ ഉണ്ണിക്കുട്ടൻ ഇതേ അപ്പുറവശം ഇപ്പുറവശം ഉണ്ട് കേട്ടോ പൂവ്. അപ്പോൾ രണ്ട് വശത്തുനിന്നും പൂ പറിക്കുവാണ്. ഇതാണ് കേട്ടോ ഞാൻ ജനിച്ച് വളർന്ന ഞങ്ങളുടെ കുഞ്ഞു സ്വർഗം. ഇതെന്ന് പറഞ്ഞാൽ ജപ്പാൻ വെള്ളമാണ് ഇങ്ങോട്ട് വരുന്നത്. 3-4 ദിവസം കൂടുമ്പോഴൊക്കെ ചിലപ്പം വരുള്ളൂ. അപ്പം അമ്മയ്ക്ക് വെള്ളം ചുമക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് വെള്ളം പിടിച്ച് വെക്കുന്നത്. ഇത് നമ്മുടെ കുമ്പളങ്ങ വീട്ടിൽ നിന്ന് ഞാൻ ഒരെണ്ണം എടുത്തതാണ് കേട്ടോ. ഓണമൊക്കെ അല്ലേ, ഉത്രാടത്തിൻ്റെ അന്ന് നമ്മളിനിപ്പോൾ കുമ്പളങ്ങ വാങ്ങണ്ടല്ലോ എന്ന് ചോദിച്ചാൽ കുമ്പളങ്ങ ഒരെണ്ണം എടുത്തതാണ്. അമ്മ നട്ടതാണ് കേട്ടോ. അത് കസ്തൂരി മഞ്ഞളാണേ അവിടെ ഉള്ളത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിൽ ചേച്ചി നട്ടൊരു മാവും ഉണ്ട്, അത് ഞാൻ നട്ടൊരു ചെടിയാണ് കേട്ടോ. പിന്നെ വേറെ വലിയ കാര്യമായിട്ട് അവിടെ ചെടിയും കാര്യങ്ങളൊന്നുമില്ല. ഇവർ തന്നെയല്ലേ ഉള്ളൂ, അച്ഛനും അമ്മയും തന്നെയല്ലേ ഉള്ളൂ. അവിടെ അവർ നിൽക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് റോഡാണ് കേട്ടോ, വണ്ടി പോകുന്ന റോഡാണ്. അങ്ങനെ അപ്പം അത്രയും പൂ കിട്ടി കേട്ടോ. സായി ചെന്ന് മാളൂനോട് ചായ മേടിച്ചതാണ്. ചായ വേണമെന്ന് ചോദിച്ചപ്പോൾ സായിക്കൂട്ടൻ പറഞ്ഞു ചായ വേണ്ടാന്ന്. പക്ഷേ സായിക്കൂട്ടൻ ചെന്ന് ചായ മേടിച്ചതാണ് കേട്ടോ. അത് നമ്മുടെ അഭിലാഷ് കേട്ടോ, ഓട്ടോ ഓടിക്കുന്ന അഭിലാഷ്. അങ്ങനെ ഒരു പൂവൊക്കെ പിടിച്ച് പോകുന്നുണ്ട്. അങ്ങനെ അമ്മമ്മേനെയും അച്ചാച്ചനെയും ഒക്കെ കണ്ട ആദൂട്ടി ഒത്തിരി സന്തോഷമായി. ആദൂട്ടിനേക്കാളുപരി അവർക്കാണ് കേട്ടോ സന്തോഷം കുഞ്ഞിനെ കണ്ടെന്നത്. പിന്നെ മഴയായതുകൊണ്ട് എനിക്ക് അങ്ങനെ പോയി നിൽക്കാനൊന്നും പറ്റിയില്ലേ. അങ്ങനെ ഇതാണ് കേട്ടോ വീട്, എൻ്റെ വീട് ഇതാണ് കേട്ടോ. ഞാനൊക്കെ ഇതാകുമ്പം ഓടായിരുന്നു, പിന്നെ അത് മാറ്റിയതാണ്. ഇതാ കണ്ടോ, ഇതാണ് ഞങ്ങളുടെ കൊച്ചു സ്വർഗ്ഗം കേട്ടോ. അങ്ങനെ നമ്മൾ അച്ഛനോടും അമ്മേനോട് യാത്ര പറഞ്ഞ് അച്ഛൻ്റെ അടുത്ത് പോവാണ്. അച്ഛൻ അവിടെ ഇല്ലായിരുന്നല്ലോ, എല്ലാവരും ശ്രദ്ധിച്ച് കാണുമല്ലോ. അച്ഛൻ അവിടെ ഇല്ല. അച്ഛന് ചെറിയൊരു കുമ്മട്ടിക്കടയായിട്ട് ദേ ഇവിടെയാണ് ഇരിക്കുന്നത്. അങ്ങനെ അച്ഛൻ്റെ അടുത്ത് പോകുവാണ്. ഉണ്ണിക്കുട്ടൻ ചെന്നിട്ട് എല്ലാം മിഠായിന്ന് ഓരോന്ന് വീതം അങ്ങ് എടുത്തു കേട്ടോ. മാളക്കൊച്ച് പിന്നെ കടേൻ്റെ പുറകുവശത്ത് പോയി നിൽക്കുവാണ്. ഇതാണ് കേട്ടോ എൻ്റെ അച്ഛൻ, അതുട്ടിയുടെ അച്ചാച്ചൻ. ശിഖമോളെന്ന് പറഞ്ഞാൽ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ മാളൂസിന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ചേച്ചിക്കാണെങ്കിൽ 2 ആമക്കളാണ്, പിന്നെ ഉള്ളത് മാളൂസ് ഒരു പെണ്ണ് മാത്രമാണ്. അതുകൊണ്ട് മാളൂസ് അങ്ങനെ ഒന്നും എടുക്കത്തൊന്നുമില്ല. സായിക്കുട്ടനാണേലും അങ്ങനെ ഒരുപാടൊന്നും എടുക്കത്തൊന്നുമില്ല, മിഠായി ഒന്നും എടുത്തില്ല. പക്ഷെ ഉണ്ണിക്കുട്ടൻ ന്യായമായിട്ടെടുത്തു കേട്ടോ. ഇതാണ് കേട്ടോ ചെറിയ കട. അച്ഛൻ എന്നും ഇവിടെ പോകും. എന്നും രാവിലെ 7 മണിക്ക് പോകും, വൈകുന്നേരം ഒരു 7 മണിയാകുമ്പോഴത്തേക്ക് തിരിച്ചു വരുള്ളൂ. അച്ഛൻ്റെ സമയം പോക്കും പിന്നെ അവരുടെ ഉപജീവന മാർഗം എന്നൊക്കെ പറയാം കേട്ടോ. ഇതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. ടാറ്റ.